വിനോദയാത്രയ്ക്കിടെ ഭക്ഷ്യവിഷബാധയേറ്റ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾ കളമശ്ശേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കോഴിക്കോട് കട്ടിപ്പാറ പഞ്ചായത്തിലുള്ള കാരുണ്യതീരം സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്കും കെയർ ടേക്കർമാർക്കുമാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. 104 പേരടങ്ങിയ സംഘത്തിലെ 75 പേരാണ് കഴിഞ്ഞ ദിവസം രാത്രി 10:30 ചികിത്സ തേടി മെഡിക്കൽ കോളേജിൽ എത്തിയത്. കളമശ്ശേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് നമ്മുടെ പ്രതിനിധി അല്ലമീൻ ചേരുന്നുണ്ട് തത്സമയം. അല്ലമീൻ, വെരി ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് കുഞ്ഞുങ്ങളുടെയും ഈ കെയർ ടേക്കർമാരുടെയും ഒക്കെ അവസ്ഥ? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. പക്ഷേ ഇപ്പോഴും അവർ ഒബ്സർവേഷനിലാണ്. 75 പേരാണ്, അതായത് അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ 75ഓളം പേരാണ് ഇന്നലെ ഈ ഭക്ഷ്യവിഷബാധയേറ്റ് ഇവിടെ ചികിത്സ തേടിയത്. അവരെല്ലാവരും ഒബ്സർവേഷനിലാണ്. ഇന്നലെ രാത്രി അത്യാഹിത വിഭാഗത്തിലേക്ക് വന്നു. അതിനുശേഷം എ ബ്ലോക്കിലേക്ക് വന്ന് ഒബ്സർവേഷനിലാണ് ഇവരെല്ലാവരും. ആരുടെയും നില അങ്ങനെ പറയത്തക്ക ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് അവർ കൊച്ചിയിലെത്തിയത്, മറൈൻ ഡ്രൈവിലെത്തിയതിനു ശേഷം ഒരു സ്വകാര്യ ടൂർ ഏജൻസി ഏർപ്പാടാക്കിയ ബോട്ടിൽ അവർ ബോട്ടിംഗ് നടത്തി, യാത്ര നടത്തി. അവിടെ അവർ തന്നെ സജ്ജീകരിച്ച നൽകിയ ഭക്ഷണം കഴിക്കുകയും ചെയ്തു. ആ ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നീട് ലുലു മാൾ സന്ദർശനമായിരുന്നു. അപ്പോൾ ഇതിനിടെ തന്നെ ഉച്ചഭക്ഷണം കഴിഞ്ഞ് ലുലു മാൾ സന്ദർശിക്കുന്നതിനിടയിൽ തന്നെ പലർക്കും വയറിളക്കവും ഛർദിയും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൾ പലർക്കും തുടങ്ങി. പിന്നീട് അത് കൂടുതൽ ആളുകളിലേക്ക് ഇത് വ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അവർ ചികിത്സ തേടിയെത്തിയത്. വലിയ ബുദ്ധിമുട്ടുകൾ ആർക്കും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ രക്ഷിതാക്കളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ പലരും വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരുപക്ഷെ ഇന്ന് അല്പസമയത്തിനകം അവരെ ഡിസ്ചാർജ് ചെയ്യുമെന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. നേരത്തെ ഈ ചികിത്സ തേടിയെത്തിയ വിദ്യാർത്ഥികൾ പലരും നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോൾ മറ്റൊരു പരിശോധനയ്ക്ക് വേണ്ടി അകത്തേക്ക് കയറിയിരിക്കുകയാണ്. അവരോടൊക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും നിലവിൽ ഇല്ല എന്നുള്ളതാണ്. പോലീസ് എത്തിയവരുടെ മൊഴിയും മറ്റും രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഈ നോൺ വെജ് ആഹാരമാണ് കഴിച്ചതെന്ന് അവർ പറയുന്നത്. തൈരും ചോറുമൊക്കെയാണ് അവർ കഴിച്ചത്. ബോട്ടിൽ പൊതിച്ചോറായിട്ട് നൽകുകയായിരുന്നു. അത് കഴിച്ചതിന് ശേഷമാണ് ഈ ബുദ്ധിമുട്ട് ഉണ്ടായത് എന്നുള്ളതാണ് അവർ പറയുന്നത്. ലുലു മാളിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവർ രാത്രി ഭക്ഷണവും കഴിച്ചിരുന്നു. പക്ഷേ അതിന് മുൻപ് തന്നെ പലർക്കും ഓരോരുത്തർക്കായി ഇങ്ങനെ ബുദ്ധിമുട്ട് വരികയും അത് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഉൾപ്പെടെ ആ ഒരു ബുദ്ധിമുട്ട് കൂടുകയും ചെയ്തൊരു പശ്ചാത്തലത്തിലാണ് അവർ ചികിത്സ തേടി ഇവിടേക്ക് എത്തിയത്. ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് അവർ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി എത്തിയത്. ഇപ്പോൾ ഏതാണ്ട് എല്ലാവരും പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. രക്ഷിതാക്കളും അതുപോലെ തന്നെ ആശുപത്രി അധികൃതരുമായി സംസാരിക്കുമ്പോൾ അവരൊക്കെയും അത് തന്നെയാണ് പറയുന്നത്. അതായത് എങ്ങനെയുണ്ട്, കുട്ടികൾക്ക് എങ്ങനെയുണ്ട്? എന്തായിരുന്നു കഴിച്ചത് ഇന്നലെ? കറക്റ്റ് ആവിതാ ഞങ്ങൾ 100 പേര് ഉണ്ട്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അരുൺകുമാർ, അങ്ങനെ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. 2 ടൂറിസ്റ്റ് ബസ്സുകളിലായിട്ടാണ് ഇവർ കോഴിക്കോട് നിന്ന് ഇവിടേക്ക് എത്തിയത്. എല്ലാ വർഷവും അത്തരത്തിൽ വിദ്യാർത്ഥികളെയും കൊണ്ട് യാത്ര പോകുന്നതാണ്. ഇത്തവണ അവർ കൊച്ചിയിലേക്ക് വരികയായിരുന്നു. ഉച്ചയ്ക്ക് ഇങ്ങനെ മറൈൻ ഡ്രൈവ് സന്ദർശിച്ച് പലപ്പോഴും ഇപ്പൊ പ്രത്യേകിച്ച് സ്കൂൾ ട്രിപ്പുകളുടെ സമയമാണല്ലോ. പല സ്ഥലങ്ങളിലേക്കും കുട്ടികളെയും കൊണ്ട് വിനോദസഞ്ചാരത്തിന് പോകുന്നൊരു സമയമാണ്. വേണ്ടത്ര ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന ഇത്തരം ഇടങ്ങളിലുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ അല്ലമീൻ സൂചിപ്പിച്ച ഈ കുട്ടികൾ ഭക്ഷണം കഴിച്ച് കൊച്ചി മറൈൻ ഡ്രൈവിലെ ഈ കടലിലോട്ട് പോകുന്ന ബോട്ടിൽ അതിന് മുകളിലാണ് അവർ കയറി ഭക്ഷണം കഴിക്കുക. നമ്മുടെയൊക്കെ കുട്ടികൾ ഈ ടൂർ പോകുന്ന സമയത്ത് ബോട്ടിൽ തന്നെ ഭക്ഷണം കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ പുറത്തുനിന്നൊക്കെ ആയിരിക്കും ഈ ഭക്ഷണം കൊണ്ടുവരിക. ഇതൊക്കെ ആരാ പരിശോധിക്കുന്നത്? അല്ലെ മീൻ അത്തരം പരിശോധനകളൊന്നും ആ പൊതിയിൽ ഉണ്ടാവാനുള്ള സാധ്യതയുമില്ല. FSSAIയുടെ അംഗീകാരമില്ലാത്ത പൊതിച്ചോറുകളാണ് വിതരണം ചെയ്തിട്ടുള്ളതെന്നർത്ഥം അല്ലേ? അങ്ങനെ തന്നെ ആയിരിക്കണം അരുൺകുമാർ. അല്ലെങ്കിൽ ഇത്രയും പേർക്ക് ഈ വിധത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ലല്ലോ. അങ്ങനെ ഉണ്ടാകരുതാത്തൊരു വിഷയം കൂടിയാണ്. കാരണം സാധാരണ ഹോട്ടലിലൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ പരിശോധനകളും മറ്റു കാര്യങ്ങളുമൊക്കെ ഉണ്ടാകാറുള്ളതാണ്. പക്ഷേ മറ്റൊരു രക്ഷിതാവിനോട് കൂടെ നമുക്കൊന്ന് ചോദിക്കാം. എങ്ങനെയുണ്ട്, കുട്ടികൾക്ക് എങ്ങനെയുണ്ട്? ഇപ്പോൾ കുറവുണ്ട്, കുഴപ്പമില്ല. എന്ത് ആഹാരം വന്നാലും അവർ കഴിച്ചത്? ഇന്നലെ ഒരു വെജിറ്റേറിയൻ ചോറാണ്. അതിലുള്ളതാണ് മറ്റേ ഒരു പുളിയും മധുരമുള്ളൊരു കറി ഉണ്ടായിരുന്നു അതിൽ. അതിൻ്റെ എന്തോ ഒരു ഇതാണ്. അത് കഴിച്ച് കഴിഞ്ഞാലാണ്. ഈ ഫുഡ് അവർ ബോട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണോ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണോ? ഈ വെളിയിൽ നിന്ന് കൊണ്ടുവന്ന ബോട്ടിലേക്ക്. അവിടെ നിന്ന് ഉണ്ടാക്കിയാൽ വെളിയിൽ നിന്ന് വാങ്ങി അങ്ങനെ കണ്ടത്. ഇതിന് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അവരായിട്ട് ബന്ധപ്പെട്ടോ ഈ ടൂർ ഏജൻസിയായിട്ട്? അവരെന്താ പറയുന്നത്? അത് വലിയ വലിയ സാറന്മാരും മാഷന്മാരൊക്കെ അവന്മാരാണ്. എന്നായിക്കോട്ടെ. അരുൺകുമാർ, അതിലും അത്തരത്തിൽ പരിശോധനകളുണ്ടോ? കാരണം ഈ ബോട്ടിലൊക്കെ വരുമ്പോൾ അവരൊരു ടൂർ ഏജൻസിയെ ഈ സ്കൂളുകാർ അവരെ ഉത്തരവാദിത്തപ്പെടുത്തുന്നു. അവരാണ് ഈ ഫുഡ് ഏർപ്പാടാക്കിയതും മാത്രമല്ല ബോട്ട് യാത്ര ഉൾപ്പെടെ അവരാണ് സജ്ജീകരിച്ചത്. സ്വാഭാവികമായും അത്തരത്തിൽ യാത്രകളൊക്കെ വരുമ്പോൾ പുറത്തുനിന്ന് എവിടെന്നെങ്കിലും ഫുഡ് കൊണ്ടുവരലായിരിക്കും പതിവ്. പൊതിച്ചോറായിട്ട് കൊണ്ടുവന്നു എന്നുള്ളതാണ് പറയുന്നത്. ചേട്ടാ, നിങ്ങൾ പേരൻസ് ആണോ അതോ സ്കൂൾ അധികൃതരാണോ? ഞാൻ ബസ്സിൻ്റെ ആളാണ്. എന്താ സംഭവിച്ചത്? എങ്ങനെയാണ് സാധാരണ ഇങ്ങനെ യാത്ര വരുന്നതാണല്ലോ? അതെ, അല്ല, ഞങ്ങൾ ഇന്നലെ രാവിലെ വെളുപ്പിന് 4 മണിക്കാണ് വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ഇവിടെ ഉച്ച 12:30 മണിയായിരിക്കും.
അവിടെ കയറി ബോട്ട് കയറി മരിയ ബോട്ടിലാണ് കയറി. അവിടുന്ന് ഫുഡ് കഴിച്ച് തിരിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് പ്രശ്നങ്ങൾ വന്നത്. ഫുഡ് കൊണ്ടുവന്നതും ടൂർ ഏജൻസിക്കാരാണോ അതോ ഏത്? ഇവിടുന്ന് മരിയ ഒരു ഏർപ്പാടാക്കിയതാണ്. ബോട്ടുകാർ തന്നെ? ബോട്ടുകാർ ഇവിടെ നിന്ന് കൊണ്ടുവന്നതെല്ലാം പറഞ്ഞ ഫുഡ് അവർ കാറ്ററിംഗ് ഏൽപ്പിച്ചാണ്. ഇപ്പോൾ കുഴപ്പമില്ല. ഒരു കാറ്ററിംഗ് സർവീസുകാരിൽ നിന്ന്, അതായത് ഹോട്ടൽ തന്നെ ആയിരിക്കും അരുൺകുമാർ. ഹോട്ടലോ അല്ലെങ്കിൽ ഇങ്ങനെ ബൾക്ക് ഓർഡറൊക്കെ വരുമ്പോൾ ചെയ്ത് കൊടുക്കുന്ന ആളുകൾ തന്നെ ആയിരിക്കും. സ്വാഭാവികമായിട്ടും അവിടെ എത്രത്തോളം അത് എവിടെ വെച്ചാണ് അവർ അതിൻ്റെ പാചകം ചെയ്യുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഭിന്നശേഷി വിദ്യാർത്ഥികളാണെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം. നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ ഒരു 3 വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ടായിരുന്നു. അവർ നമ്മളുടെ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തിരുന്നു. അവർ പറഞ്ഞത് അവരുടെ ഭാഷയിൽ അവരുടെ രീതിയിൽ അവർ പറഞ്ഞു. കഴിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ ബാത്റൂമിലേക്ക് ഓട്ടം, പിന്നെ വോമിറ്റിംഗ്, ആ രീതിയിലുള്ള വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു എന്ന് അവർ ചിരിച്ചുകൊണ്ട് അവരുടെ രീതിയിൽ പറയുകയാണ്. അവർ സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട്. മറ്റെന്തോ പരിശോധനയ്ക്ക് വേണ്ടി അവർ ഇപ്പോൾ അകത്തേക്ക് ഏജൻസിയാണ് ഈ ഭക്ഷണം കൊടുത്തത് എന്ന് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കൂ. നമുക്ക് അവിടെ കൂടി ഇത്തരത്തിലുള്ള പരിശോധനയൊക്കെ കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. ഇന്നലെ നമ്മൾ രാമേന്ദ്രൻ ടെക്സ്റ്റൈൽസിന്റെ വാർത്ത കൊടുത്തത് പ്രേക്ഷകർ കണ്ടതാണ്. ഒറ്റ ദിവസം കൊണ്ട് രാമേന്ദ്രൻസിന്റെ കാര്യത്തിൽ നമ്മൾ ഇന്നലെ തീരുമാനമാക്കി. കാരണം ഇത്തരം താങ്ക് യു അല്ലമീനാണ് ഇപ്പോൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് വാർത്തകൾ നൽകിയത്. 75ഓളം വിദ്യാർത്ഥികളും കെയർടേക്കർമാരുമാണ് അപ്പോൾ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുന്നത്. അപ്പോൾ എന്താ സംഭവിച്ചതെന്നുള്ള പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമല്ലോ. ഈ അംഗീകൃത ഭക്ഷണശാലകളിൽ നിന്ന് FSSAIയുടെ സെക്യൂരിറ്റി സ്റ്റിക്കർ പതിപ്പിക്കാത്ത ഭക്ഷണപ്പൊതികൾ ദയവ് ചെയ്ത് നിങ്ങൾ കഴിക്കരുത്, കുട്ടികൾക്കും കൊടുക്കരുത്. കാര്യം ഇതിനൊക്കെ ഒരു ചട്ടങ്ങളിലൂടെ അത്യാവശ്യം അവിടെ വൃത്തിഹീനമായ അന്തരീക്ഷമല്ല എന്ന് സർട്ടിഫൈ ചെയ്തിരിക്കുന്ന FSSAIയുടെ അംഗീകാരമുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ഭക്ഷണം മാത്രമേ നിങ്ങൾ കഴിക്കാവൂ. അതല്ലെങ്കിൽ ഇത്തരം ടൂർ ഓപ്പറേറ്റർമാർ ചുരുങ്ങിയ ചെലവിൽ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ പാചകം ചെയ്യുന്ന ഭക്ഷണമായിരിക്കും ചിലപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുക. കുഞ്ഞു കുട്ടികളാണ്, അവരത് കഴിച്ചാൽ അപ്പോൾ തന്നെ അവരുടെ ശരീരം പ്രതികരിച്ചു തുടങ്ങും. അപ്പോൾ ഒരു മധുരവും പുളിയുമുള്ള എന്തോ ഒഴിച്ച് കഴിച്ചതാണ് ഇന്നലെ ഈ കുട്ടികൾക്ക് കുഴപ്പമുണ്ടായത് എന്നാണ് രക്ഷകർത്താക്കളും അധ്യാപകരും പറയുന്നത്. മധുരമുള്ളതായിരിക്കും, പുളിപ്പ് വന്നത് കാലപ്പഴക്കം കൊണ്ടുമായിരിക്കാം. എന്തായാലും ചരിത്ര പ്രാധാന്യമുള്ള ഭക്ഷണം കുട്ടികൾക്ക് കൊടുക്കുന്നത് ദയവ് ചെയ്ത് ഈ കാറ്ററിംഗുകാർ ഒഴിവാക്കണം. പ്രത്യേകിച്ച് അധ്യാപകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾ ടൂർ ഓപ്പറേറ്റർമാരെ ബന്ധപ്പെടുമ്പോൾ അംഗീകൃത ഭക്ഷണശാലകളിൽ നിന്നും മാത്രം ഭക്ഷണം നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിക്കൊടുക്കുക. ഏതെങ്കിലും കാറ്ററിംഗ് ഏജന്റുമാർ ഭക്ഷണപ്പൊതിയുമായിട്ട് വന്നാൽ അത് വാങ്ങി കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാര്യം അതിന് ഉത്തരവാദികളായ ആരും ഉണ്ടാവില്ല. എന്തായാലും ഇതിൽ ഒരു അന്വേഷണം ആവശ്യമുണ്ട്. ഏത് കാറ്ററിംഗ് ഏജൻസി എവിടെയാണ്, അതും വെജിറ്റേറിയൻ ഭക്ഷണമാണ് കൊടുത്തത് എന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. അതിൽ തന്നെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ടൂറുകളുടെ സമയമാണ്. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ടൂർ ഓപ്പറേറ്റർമാരുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക് FSSAIയുടെ അംഗീകാരമില്ലാത്ത ഹോട്ടലുകളിൽ നിന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ഭക്ഷണം വാങ്ങിക്കൊടുക്കരുത്. ഏത് ടൂർ ഓപ്പറേറ്റർ പറഞ്ഞാലും, എത്ര ഹോംലി ഫുഡാണ് എന്ന് പറഞ്ഞാലും അതിനൊക്കെ അംഗീകാരവും സർട്ടിഫിക്കേഷനും നിർബന്ധമാണ്. അതില്ലാതെ ഈ ചുളുവിൽ ഭക്ഷണം വാങ്ങിക്കൊടുത്താൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളതാണ്.